നിയോഗത്താലെ തന്റെ അതിർവിന്റെയും ജീവന്റെ ഒരംശം ഇവിടെ ഉണ്ടെന്ന് തോന്നല്. മിഴികൾ ഇറുക്കിയടച്ച് വയറിൽ കൈവച്ച് ഏറെ നേരം നന്ദ ചുവരിൽ ചാരി നിന്നു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ധൃതിയിൽ ബാത്റൂമിന് പുറത്തേക്കിറങ്ങി. മുറിയിൽ ആകമാനം ഫോൺ തിരഞ്ഞു. ഒടുക്കം ആഗ്രഹിച്ചത് കയ്യിൽ കിട്ടിയപ്പോൾ അതിർവിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്യാൻ തുടങ്ങിയെങ്കിലും പിന്നെ അവളത് കട്ടാക്കി കളഞ്ഞു. ഇത് കേൾക്കുമ്പോഴുള്ള, ഇത് കാണുമ്പോഴുള്ള ഏട്ടന്റെ സന്തോഷം തനിക്ക് നേരിട്ട് അനുഭവിച്ചറിയണം. വൈകിട്ട് വരുമ്പോ പറയാം. മനസ്സിൽ കണക്ക് കൂട്ടി ശേഷം അവൾ അതിർവിന്റെ ഓഫീസ് റൂമിലിരുന്ന വേസിൽ നിന്നും കുറച്ച് വൈറ്റ് ആൻഡ് റെഡ് റോസ് ഫ്ലവേഴ്സ് എടുത്ത് ഒരു ബോക്സിലേക്ക് ഇട്ട് ഇതളുകൾ വിടർത്തിയിട്ടു. അതിനു മുകളിലേക്ക് ആ പ്രഗ്നൻസി കിറ്റ് വെച്ചു. ശേഷം അതിർവ് സ്ഥിരമായി വാച്ച് കൊണ്ടുവയ്ക്കാറുള്ള സ്പേസിലേക്ക് അത് വെച്ചു. മറ്റൊന്നും കൊണ്ടല്ല, അതിർ ഓഫീസ് കഴിഞ്ഞു വന്നാല് ആദ്യം വാച്ച് ഊരി വെക്കും. അതാണ് അവന്റെ പതിവ്. എങ്കിലേ വരുന്ന ഉടനെ തന്നെ അവനിത് കാണൂ. ശ്രീനന്ദി ഒരു ഇളം ചിരിയോടെ മനസ്സിലോർത്തു. ആരോടും പറയണ്ട, ആദ്യം ഏട്ടനറിയട്ടെ, എന്നിട്ട് മതി ബാക്കിയെല്ലാരും. അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു സ്വാർത്ഥത മുട്ടിട്ടു. പിന്നെ വൈകുന്നേരം ആവാനുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ശ്രീനന്ദ. എന്നും വളരെ വേഗം പോകുന്ന സമയം അന്ന് പതിയെ ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ ഒരു തോന്നലാണ് അവൾക്ക്. സാവധാനമാണ് താഴേക്കുള്ള പടികൾ ഇറങ്ങിയത്. മറ്റൊന്നും കൊണ്ടല്ല, ദൈവത്തിന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു വാങ്ങിയതാണ് ഈ കുരുതിനെ. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും പൂർണ്ണമായും തനിക്ക് തന്നെയാണ് എന്ന ബോധ്യമുണ്ട് അവൾക്ക്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള നേരം കഴിഞ്ഞിട്ട് ശ്രീനന്ദ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരാതെ ആയതോടെ അവളെ വിളിക്കാനും അവിടേക്ക് കയറി തുടങ്ങുകയായിരുന്നു ഇന്ദിര. ആഹാ, മോൾ ഇറങ്ങിയോ? ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഞാൻ കുറച്ചുനേരം അവിടെ കിടന്നമ്മേ. എന്തുപറ്റി? തലവേദന എന്തെങ്കിലും ഉണ്ടോ? ഏയ് ഇല്ല, വെറുതെ കിടന്നതാ. എങ്കിൽ പിന്നെ വാ, വന്നിരുന്ന് ആഹാരം കഴിക്കേ. അവൾ ഡൈനിങ് ടേബിളിന്റെ ചെയർ വലിച്ചിട്ടിരുന്നു. അച്ഛൻ എവിടെ അമ്മേ? അച്ഛൻ ആഹാരം കഴിച്ചോ? സാധാരണ എന്നും ആഹാരം കഴിക്കുമ്പോൾ മാധവനും ഒപ്പം ഉണ്ടാകാറുണ്ട്. ഇന്ന് മാധവനെ കാണാതായതോടെ അവൾ ചോദിച്ചു. അച്ഛനൊരു കൂട്ടുകാരനെ കാണുമെന്ന് പറഞ്ഞ് നേരത്തെ കഴിച്ചിട്ട് പോയി മോളെ. പറഞ്ഞപ്പോ ശ്രീനന്ദി ഒന്ന് മൂളിക്കൊണ്ട് ആഹാരം വാരിക്കഴിച്ചു. അപ്പോഴേക്കും അവളുടെ ഇടം കൈ വയറിനെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ദിര അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ശ്രീനന്ദിയുടെ മുഖത്ത് അടങ്ങാത്ത സന്തോഷമാണ്, ഒപ്പം സമയം മുന്നോട്ട് നീങ്ങാനുള്ള പ്രാർത്ഥനയും. പതിവ് പോലെ ആര്യൻകുട്ടൻ സ്കൂൾ വിട്ടു വന്നു. വന്ന പാടെ അവൻ അവളെ ചുറ്റിപ്പിടിച്ച് അവളോട് ഒട്ടി നിന്നു. നന്ദ മെല്ലെ അവന്റെ നെറുകയിൽ തലോടി. പിന്നെ ആര്യൻകുട്ടന് ആഹാരം കൊടുത്തു. എന്റെ കുഞ്ഞിനോട് ഇത് പറയുമ്പോ അവന്റെ സന്തോഷം, അതോർക്കുമ്പോ അവൾക്ക് കണ്ണുകൾ നിറഞ്ഞു. ആര്യനോട് ഇപ്പൊ തന്നെ അനിയത്തി ബാവയുടെ കാര്യം പറയാൻ അവളുടെ മനസ്സ് വെമ്പി. പക്ഷെ അതിർവ് ആളോട് ആദ്യം പറയണമെന്ന് മനസ്സിന്റെ കോണിൽ ഒരു തോന്നൽ പോലെ. അല്ലെങ്കിലും എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെയാണല്ലോ. ഭർത്താവ് അറിയുമ്പോ ആളുടെ സന്തോഷം ഒന്ന് കാണാനാകും ഭാര്യയ്ക്ക് തിടുക്കം. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പഠിക്കൽ ഇരിക്കുകയാണ് ശ്രീനന്ദ. പക്ഷെ എന്നും വരുന്ന സമയം കഴിഞ്ഞിട്ടും അതിർവ് വന്നില്ല. അവളുടെ മനസ്സിൽ വല്ലാത്തൊരു വെപ്രാളം. ഏട്ടനെ കണ്ടില്ലല്ലോമേ. ലിവിംഗ് റൂമിൽ ആര്യൻകുട്ടന്റെ തൊട്ടടുത്തിരിക്കുന്ന ഇന്ദിരയെ നോക്കി അവൾ ചോദിച്ചു. അവരുടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു. മണി 7 ആയിട്ടുള്ളൂ. അവന് ചിലപ്പോ എന്തെങ്കിലും മീറ്റിങ്ങോ വലുതും കാണുമോളെ, അതാവും താമസിക്കുന്നത്. എങ്കിൽ പിന്നെ ഏട്ടനതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? കയ്യിലിരുന്ന ഫോണിലേക്ക് ഒരിക്കൽ കൂടി നോക്കി. അവന്റെ കോളൊന്നും വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് ശ്രീനന്ദ പിന്നെയും ചോദിച്ചു. ചിലപ്പോ വിട്ടുപോയിട്ടുണ്ടാവും. മോൾ അകത്ത് കയറിയിരിക്കുക. അവനെന്തായാലും ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. ഇന്ദിര പറഞ്ഞപ്പോ ശ്രീനന്ദി ഒന്ന് തലകുലുക്കിക്കൊണ്ട് അവർക്കടുത്തേക്കിരുന്നു. പിന്നെയും ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അതിർവ് വന്നത്. നന്നേ ക്ഷീണിതനായി വരുന്നവനെ ശ്രീനന്ദ ഇടം കണ്ണിട്ട് ഒന്നും നോക്കി. അവൾക്ക് പരിഭവമാണ്. അവനോട് ഒരുപാട് കാര്യങ്ങൾ വാ തോരാതെ പറയാൻ ആഗ്രഹിച്ചിരുന്നപ്പോ അവൻ വൈകി വന്നതിന്റെയും ഒപ്പം വരാൻ താമസിക്കുമെന്ന് ഒരു വാക്ക് വിളിച്ചു പറയാത്തതിന്റെയും പരിഭവം മുഴുവനും മുഖത്ത് നിറച്ച് ഒരു കൊച്ചു കുട്ടിയുടെ ചേഷ്ടകളോടെ ഇരിക്കുകയാണ് നന്ദ. അതിർവ് അകത്തേക്ക് കയറിയപ്പോ ഇന്ദിര നോക്കിയത് ശ്രീനന്ദയാണ്.
മുഖം വീർപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. അവൻ നടന്ന് ശ്രീനന്ദയ്ക്ക് അടുത്തേക്ക് വന്നു. ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ കവിളിൽ ഒന്ന് തൊട്ടു. എന്തു പറ്റിയമ്മേ നന്ദയ്ക്ക്? മുഖത്ത് കടന്നൽ കുത്തിയോ? അവളുടെ മുഖത്തിന്റെ അവിടെ ഇവിടെയായി കണ്ണോടിച്ചുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്. ശ്രീനന്ദ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. നീ എന്താ ഇത്രയും ലേറ്റായിട്ട് വിളിച്ചു പറയാഞ്ഞത്? മോൾ എത്ര നേരം കൊണ്ട് ആ പടിക്കലിറങ്ങി നിൽക്കുവാ? ഒന്നും പറയണ്ടമ്മേ, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 5 മണിക്കത് തീരേണ്ടതാ. പക്ഷെ അത് കുറച്ച് നീണ്ടുപോയി. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിച്ചു പറയാൻ ഞാൻ മറന്നു. എന്തായാലും ശരി, മുകളിലേക്ക് പൊക്കോ. നല്ല ദേഷ്യത്തില നന്ദ. പോയെന്ന് സമാധാനിപ്പിക്കും. ശ്രീനന്ദ പോയ വഴിയെ ഒരു ചിരിയോടെ നോക്കിക്കൊണ്ട് ഇന്ദിര പറഞ്ഞതും അവരെ നോക്കിയൊന്ന് തലകുലുക്കി. അല്പനേരം ആര്യൻകുട്ടന്റെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞു. ശേഷം അതിർവ് മുകളിലേക്ക് ചെന്നു. ചെല്ലുമ്പോ ശ്രീനന്ദ അവിടെ എവിടെയില്ല. ബാൽക്കണിയിലാവും ഊഹിച്ചു അവൻ. എന്നും ചെയ്യാറുള്ളതുപോലെ വാ ചൂരി കബോർഡിലേക്ക് വെക്കുന്ന സമയത്താണ് ഒരു കുഞ്ഞു ബോക്സ് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതെന്താ ഇപ്പൊ പുതിയൊരു സംഭവം? ഇന്നലെ വരെ ഇവിടെ ഇതുണ്ടായിരുന്നില്ലല്ലോ. അതിർവ് മനസ്സിലോർത്തുകൊണ്ട് അത് കയ്യിലേക്കെടുത്ത് ഓപ്പൺ ചെയ്തു. ഒരു വേള അതിർവിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ. രാവിലെ ശ്രീനന്ദ കണ്ട ആ 2 ലൈറ്റ് വരകള് ഇപ്പൊ നല്ല രീതിയിൽ തെളിഞ്ഞിട്ടുണ്ട്. അതിർവത് ഉള്ളംകൈയിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് ധൃതിയിൽ നന്ദയ്ക്കടുത്തേക്ക് വന്നു. ബാൽക്കണിയിലെ റെയിലിങ്ങിൽ ചാരി പുറത്തേക്ക് മിഴിന്നിട്ട് നിൽക്കുവാണ് അവൾ. തനിക്കടുത്തേക്ക് 2 കാലടികൾ വരുന്ന ശബ്ദം കേൾക്കാം. പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. അതിർവ് ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ പിന്നിലൂടെ വന്ന് അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഏറെ നേരം ആ നിൽപ്പ് നിന്നു. അവൻ അവളുടെ വയറിൽ കൈകൾ അമർത്തി. പിന്നെ മെല്ലെ ആ കവളില് ഒന്ന് ചുംബിച്ചു. അവന്റെ കൈകൾ വെറുതെ അവളുടെ വയറിനെ തലോടിക്കൊണ്ടിരുന്നു. ഏറെ നേരം ഇരുവർക്കും ഇടയിൽ കനത്ത നിശബ്ദത. ഒന്നും മിണ്ടാതെ തന്നെ ശ്രീനന്ദ തിരിഞ്ഞു വന്ന് അവന്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു. അതിർവ് അവളുടെ നെറ്റിത്തടത്തിലേക്ക് വീണ്ടും ചുണ്ടു ചേർത്തു. അവന്റെ അതിരങ്ങള് അവളുടെ മുഖത്താകമാനം ഒഴുകി നടന്നു. എതിർപ്പൊന്നും കാണിക്കാത്ത ശ്രീനന്ദ അവന് വഴങ്ങി നിന്നു കൊടുത്തു. പിന്നെ മെല്ലെ അതിർവിന്റെ അതിരങ്ങൾ താഴേക്ക് ഇഴഞ്ഞിറങ്ങി. ഒടുവിൽ ലക്ഷ്യസ്ഥാനം കണ്ടതുപോലെ അവന്റെ ചുണ്ടുകൾ അവളുടെ പൊക്കിൾ ചുഴിയിൽ അമർന്നു. ആ സമയം വെട്ടിവിറച്ചുപോയി നന്ദയെ. ഏറെ നേരം പിന്നിട്ടിട്ടു അതിർവ് അവളുടെ വയറിൽ നിന്നും മുഖമുയർത്തി മാറ്റിയില്ല. അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആ നിൽപ്പ് നിന്നു. വയറിൽ മുറുക്ക് ഒന്നുകൂടി കൂടിയതുപോലെ തോന്നി അവൾക്ക്. ശ്രീനന്ദ ഒരു കൈയെടുത്ത് അവന്റെ മുടിയിഴകളിൽ തലോടി. പിന്നെ മെല്ലെ പുറത്ത് തട്ടിക്കൊടുത്തു. അവന്റെ അതിരങ്ങൾ തുടരെ തുടരെ അവിടെ പതിഞ്ഞു. പിന്നെ മെല്ലെ ഉയർന്നു വന്നവൻ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ടുവന്നു ബെഡിലേക്ക് കിടത്തി. അവൾക്കടുത്തേക്ക് ചേർന്ന് കിടന്നു. പറ, എപ്പോഴാ കൺഫേം ചെയ്തത്? രാവിലെ. എന്നിട്ടെന്താ ഇതുവരെ എന്നെ വിളിച്ചു പറയാതിരുന്നത്? ഞാൻ ഓടി വരുമായിരുന്നല്ലോ. ഇതറിയുമ്പോൾ ഏട്ടന്റെ ഭാവങ്ങളൊക്കെ എനിക്ക് കാണണമായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം പറയാതിരുന്നതാ. കണ്ണുകളിൽ കുഞ്ഞു കുറുമ്പ് നിറച്ചു പറയുന്ന പെണ്ണൊരുത്തി. അതിർവിന്റെ അതിരങ്ങൾ വീണ്ടും അവളുടെ നെറ്റിയിലേക്ക് അമർന്നു. അവന്റെ നെഞ്ചിലേക്ക് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി ചേർന്ന് കിടന്ന് നന്ദ. അമ്മയോടൊക്കെ പറഞ്ഞോ? ആരോടും പറഞ്ഞില്ല. ഏട്ടൻ അറിഞ്ഞിട്ട് മതി എല്ലാരും. വാ, താഴേക്ക് പോകാം. അതിർവ് പറഞ്ഞു. ഏട്ടൻ വന്നിട്ട് ഇതുവരെ വേഷമൊന്നും മാറിയില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല, താൻ വന്നേ പറഞ്ഞുകൊണ്ടവൻ അവളെ മെല്ലെ കൈപിടിച്ചെഴുന്നേപ്പിച്ചു. പിന്നെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ കൈകളിൽ കോരിയെടുത്തു. അയ്യേ, ഏട്ടൻ എന്തായി കാണിക്കുന്നേ? നിർത്ത്, ഞാൻ നടന്നോളാം. അതൊന്നും പറ്റില്ല. താഴെ അമ്മയൊക്കെ ഉള്ളതാ, അതിനിപ്പോ എന്താ? എന്റെ അല്ലേ? അവന്റെ ആ ചോദ്യത്തിൽ അവളുടെ മുഖം അടിമുടി ചുവന്നുപോയി. ഈ ഏട്ടൻ, ചേ, എന്നെ താഴെ നിർത്ത്. നന്ദ അവന്റെ കൈകളിൽ നിന്നും ഊർന്നിറങ്ങി. ശേഷം ഇരുവരും കൂടി റൂമിന് പുറത്തേക്ക് വന്നു. നന്ദയും അതിർവും താഴേക്ക് വന്നപ്പോൾ ആര്യൻ അച്ചമ്മയുടെ കൂടെയിരുന്ന് TV കാണുന്നുണ്ട്. നന്ദ വന്നിട്ട് അവരുടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് അവനെ ചേർത്തു പിടിച്ചു. നന്ദമോൾക്ക് ഇന്ന് എന്തുപറ്റി? ആകപ്പാടെ ഒരു വല്ലായ്മ പോലെ. ഇന്ദിര ചോദിച്ചതിൽ നന്ദ ഒന്നും പറയാതെ കൊണ്ട് അമ്മയുടെ അരികിലേക്ക് ചേർന്നു വന്നു. എന്താ മോളെ, എന്തുപറ്റി? അവർ വീണ്ടും ചോദിച്ചു.
ആര്യൻകുട്ടൻ ഒരിക്കൽ ആന്റിയോട് പറഞ്ഞിരുന്നില്ലേ വാവേ വേണോന്ന്? നന്ദ പറയുന്നു കേട്ട് വിടർന്ന മിഴികളോടെ ഇന്ദിര മകളെ നോക്കി. പറഞ്ഞിരുന്നു. എങ്കിലേ മോന്റെ കുഞ്ഞുവാവ വരാൻ പോവാ. പെട്ടെന്ന് ശ്രീനന്ദി അത് പറഞ്ഞതും കുഞ്ഞിച്ചക്കന്റെ മുഖത്ത് മുഴുവനും അത്ഭുതമാണ്. അവൻ വിശ്വാസം വരാത്ത പോലെ ഇന്ദിരയും അഥർവിനെയും ഒക്കെ മാറി മാറി നോക്കി. സത്യാണോ? അതേ മോനെ, ആന്റിയുടെ വയറ്റിൽ കുഞ്ഞുവാവയുണ്ട്. ഇന്ദിര കൂടി അവന്റെ അടുത്തേക്ക് വന്ന് ചേർന്നിരുന്നു. മുടിയിൽ മെല്ലെ തലോടിക്കൊണ്ട് പറയുകയാണ്. പെട്ടെന്നായിരുന്നു അവൻ നന്ദയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തിക്കളഞ്ഞത്. വാവേ, ആര്യൻ ചേട്ടനാ. അവളുടെ വയറിൽ കൈവച്ച് ആര്യൻ അത് പറഞ്ഞപ്പോൾ ശ്രീനന്ദിയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി. ശേഷം അവൾ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ശോ, എന്ത് പണിയാ മോളെ ഇത്! നല്ല സന്തോഷമുള്ളൊരു കാര്യം അറിയുമ്പോൾ ഇങ്ങനെ കണ്ണു നിറച്ചിരിക്കുവാണോ? ഇനി കണ്ണീരൊന്നും വേണ്ടാട്ടോ. കുറേ നാൾ കരഞ്ഞതല്ലേ. അങ്ങനെ കരഞ്ഞു കരഞ്ഞ് എൻ്റെ കുട്ടിയുടെ സങ്കടം കണ്ട് ഒടുക്കം ഈശ്വരൻ തന്നതാ. ഇനി കരയാൻ പാടില്ല. ഇനി എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എൻ്റെ മക്കള്. ശ്രീനന്ദയും അഥർവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ദിര പറഞ്ഞു. ഒപ്പം 1000 തവണ അവർ ഈശ്വരനോട് നന്ദി പറഞ്ഞു. ആര്യനെ അതിർവെടുത്ത് അവൻ്റെ മടിയിലിരുത്തി. അപ്പോഴാണ് അച്ഛൻ വന്നത്. സന്തോഷ വാർത്ത പറഞ്ഞത് ഇന്ദിരയായിരുന്നു. കേട്ടതും അയാൾക്ക് ഒരുപാട് സന്തോഷം. എല്ലാവരും അങ്ങനെ നിറഞ്ഞ മനസ്സോടെയിരുന്നു. അടുത്ത പാർട്ട് നൈറ്റിലിടാട്ടോ.